ഈ സുജിത് ഭക്തനും ഭാര്യയും കുട്ടിയും കൂടെ കൂടിയിട്ട് ചെന്നൈ കോൺസുലേറ്റിൽ പോയതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത ദിവസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺസുലേറ്റിൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് അമേരിക്കൻ വിസ റെഡിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് കോൺസുലേറ്റിൻ്റെ വെളിയിൽ ചെന്നൈയിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ ഓട്ടോറിക്ഷക്കാർ, അതായത് ഈ ചെന്നൈയിൽ ഈ കോൺസുലേറ്റിൻ്റെ മുന്നിൽ അവിടെ കൈയടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുത്തക ഗുണ്ടായിസം പോലെ കൈയടക്കി വെച്ചിരിക്കുന്ന കുറേ ഓട്ടോറിക്ഷക്കാരുണ്ട്. അപ്പോൾ അവർ അവിടെ കാട്ടിക്കൂട്ടുന്ന വികൃതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്ന ഗുണ്ടായിസത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സുജിത് ഭക്തൻ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. എന്നാ ബാ എങ്ങോട്ടാ പോകണ്ടേ? അപ്പോൾ അവർ പറയും ഏതെങ്കിലും സ്ഥലം, ഇവർ പറയും 1000 രൂപ ഇല്ല 1500 രൂപ. വേറെ ഓപ്ഷനില്ല. അവിടെ ആണെങ്കിൽ വേറെ കൈ കാണിച്ച് നിർത്താൻ വേണ്ടി ഏതെങ്കിലും ഓട്ടോക്കാർ വന്നു കഴിഞ്ഞാൽ നിർത്തിക്കാൻ ഇവന്മാരോട് സമ്മതിക്കത്തുമില്ല. മനസ്സിലായ? അതാണ് അവിടുത്തെ സംഭവം. എന്നാൽ അവിടെ പോലീസുകാരൊക്കെ അവിടെ അതെല്ലാം നോക്കി നിൽക്കുക. അപ്പം ഞാൻ അവിടെ വെറുതെ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നവരോടെല്ലാം ഇവർ ബിഹേവ് ചെയ്യുന്ന ഈ രീതിയിലാണ്. അതായത് വിസ കിട്ടിയോ, ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും പറയോ കിട്ടിയില്ല അല്ലേ, പോട്ടെ സാരമില്ല നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ, എവിടെ പോകണ്ടേ കൊണ്ടുവിടാം, ഇത്ര രൂപ ആവും എന്നാ പറയുന്നത്. ഒരു മയത്തിനൊക്കെ കൊല്ലണ്ടേ? ആ മയത്തിന് കൊല്ലാതെ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിലാണ് അവർ അവിടെ നിൽക്കുന്ന ആൾക്കാർ. അതൊരു കുത്തക ടീമുണ്ട്. എനിക്ക് തോന്നുന്നു അവർ മാത്രം അവിടെ നിൽക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിൽക്കുന്ന ഒരു സ്ഥിരം ടീമുണ്ട്. അവർ മാത്രമാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, വേറെ ആൾ ഇപ്പോൾ ഇതേപോലെ വേറൊരു സ്ത്രീയോ മറ്റോ ഇറങ്ങി വരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണേ. അപ്പോൾ അവരിറങ്ങി വരുന്നു, അവരോട് ഇതേപോലെ ഭാഷ അറിയത്തില്ല, അപ്പോൾ ഹിന്ദിയിൽ ഇവർ പറയുന്നു ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. എന്നിട്ട് അവരോട് 2000 രൂപ 2500 രൂപ കണ്ട് പറഞ്ഞു. പിന്നെ ഇവർ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്, വിസയൊക്കെ കിട്ടിയല്ലേ, അതും കഞ്ഞിയൊക്കെ കുടിച്ച് പോകണം, സന്തോഷത്തിന് വേണ്ടി ഒരു 500 രൂപ താ ചേട്ടാ എന്ന് പറയും. അതൊരു പിച്ച എടുക്കുന്നൊരു സ്വരത്തിൽ പറയും. അങ്ങനെ വേറൊരു സംഭവം എനിക്ക് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ വിഷമം തോന്നിയത്. ഒരു റിച്ച് ടീമാണെന്ന് തോന്നുന്നു. ഏതോ ഒരു വലിയൊരു ഒരു ഭാര്യയും ഭർത്താവും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ടീമാണ്. അവരെ പിക്ക് ചെയ്യാനായിട്ടൊരു മെഴ്സറസ് ബെൻസിൻ്റെ വണ്ടി അവരുടെ, അതായത് ഇവർ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. ഇവരെ കൊണ്ടുവന്ന ഒരാൾ ഇവരെ കാത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഇയാൾ അപ്പുറത്തെങ്ങാണ്ട് മാറ്റിയിട്ടിരുന്ന മെഴ്സറസ് ബെൻസിൻ്റെ ഒരു കാറ് വെളുപ്പിച്ച് വരുത്തി. അത് ഏതോ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടി, ആ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാഫ് എന്തോ ആണ്. എന്നിട്ട് ഈ കാറ് വെളുപ്പിച്ച് വരുത്തിയിട്ട് ഇവരിതിൽ കയറാനായിട്ട് പോയപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ഓട്ടോക്കാരെല്ലാം കൂടെ പൊതിഞ്ഞ് വന്നിട്ട്, നമ്മൾ ഈ ഏതെങ്കിലും നാട്ടിൻപുറത്ത് പോകുമ്പോഴത്തേക്കിനും ഈ പിള്ളേരൊക്കെ വരത്തില്ലേ, എന്തെങ്കിലും താ ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേരൊക്കെ ചിലപ്പോൾ മിഠായി ചോദിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരത്തില്ലേ, അവിടെ നിന്ന് ഒരു 5-6 ഓട്ടോക്കാരെല്ലാം കൂടെ ചേർന്ന് ഇയാളുടെ എടുക്കുക വന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് എന്തെങ്കിലും താന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി ഭിക്ഷ യാചിക്കുന്നു. എനിക്കത് കണ്ടിട്ട് ഷോടാ, ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ? ദാരിദ്ര്യം കൊണ്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം. ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ കേരളത്തിലെ ഓട്ടോക്കാരൊക്കെ കുറച്ച് കൂടുതൽ പൈസയൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ ഈ തമിഴ്നാട്ടിലെ പോലെ ഇത്രയ്ക്ക് ആൾക്കാരെ പിടിച്ചു പറിക്കുന്ന ഓട്ടോറിക്ഷക്കാരെ ഞാൻ ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരാൾ വന്ന് ഒരു ടൗണിൽ ഇറങ്ങി, ഇപ്പോൾ കോയമ്പത്തൂരോ മധുരയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഒക്കെ പോയി ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ആ ഓട്ടോക്കാരന് 2-3 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ പോകണതിന് അവനൊരു 500 രൂപ 1000 രൂപ ഒക്കെ പറയും. ഈ 1000 രൂപ 500 രൂപ പറയുമ്പം ചില ആൾക്കാർ ബാർഗെയിൻ ചെയ്യും. അപ്പോൾ ഒരു 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ചാർജ് അനുസരിച്ച് ഓടുകയാണെങ്കിൽ ഒരു സിറ്റി സർവീസ് നടത്തുന്ന വണ്ടിയാണെങ്കിൽ ഒരു 45 രൂപ 50 രൂപ തീരുന്ന കേസാണ്. ഇനിയിപ്പോൾ റൂറൽ പെർമിറ്റ് ആണെങ്കിൽ ഒരു റൂറൽ ഓടുന്ന വണ്ടിയാണെങ്കിൽ ഒരു 75 രൂപ 3 കിലോമീറ്റർ പോയാൽ 75 രൂപ ആയിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഈ 3 കിലോമീറ്റർ പോകുന്നതിന് തമിഴ്നാട്ടിൽ നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഓട്ടോറിക്ഷക്കാരനായിട്ട് നമ്മൾ അടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചാർജ് പോയി പെടുന്ന ആൾക്കാർ ഇവർക്ക് ഈ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അവർ ചാർജ് എത്രയാണെന്ന് ചോദിക്കും ആദ്യം തന്നെ. അപ്പോൾ ഇവർ വലിയൊരു റേറ്റ്, അതായത് ഒരു 10 ഇരട്ടി കൂടുതൽ ചാർജാണ് പറയുക. അപ്പോൾ ഈ ചാർജ് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യക്കാരൻ എന്ത് ചെയ്യും, അവന് ഒരു കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ട് ഒരു 10 ഇരട്ടി എന്നുള്ള ഒരു 5 ഇരട്ടി പൈസ കൊടുത്തിട്ട് പോയി അങ്ങനെ സ്ഥലത്തെത്തും. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ കർണാടകത്തിലെ ആന്ധ്രയിലെയൊക്കെ ഓട്ടോറിക്ഷക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, അവർക്ക് അറിയില്ലാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് അവർ വിഡ്ഢികളല്ല. ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് പല സ്റ്റേറ്റുകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത്. അവർ വിഡ്ഢികളല്ല. അവർക്കറിയാം ഒരു നാട്ടിൽ എത്ര ചാർജ് ഉണ്ട്, ഓട്ടോറിക്ഷ കൂടിയിൽ എത്ര പൈസ കൊടുക്കണം എന്നൊക്കെ അറിയാം.
ഇവർ ഓട്ടോറിക്ഷക്കാരെന്താ വിചാരിച്ചത്? ഞാനും ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഈ ഓട്ടോറിക്ഷക്കാരെന്താ വിചാരിച്ചത്? ഓട്ടോറിക്ഷക്കാരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരാളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനെ കൊന്നിട്ട് പൈസ മേടിച്ചിട്ട് വീട്ടിൽ പോവുക. അങ്ങനെ 4 പേരെ കൊന്നിട്ട് പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നതാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ കർണാടകത്തിലൊക്കെ ഓട്ടോറിക്ഷ വിളിക്കാൻ ആൾക്കാർക്ക് ഇത്ര മടി? ഈ ഓൺലൈൻ ടാക്സികളും ഓൺലൈൻ ഓട്ടോറിക്ഷകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഓട്ടം കിട്ടുകയും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് ഇഷ്ടം പോലെ ഓട്ടോ, ഇവർക്ക് തീരെ ഓട്ടോ ഇല്ല. ഇത് കിട്ടുന്ന ആളെ കൊന്ന് പൈസ മേടിക്കുക. ഒരാൾ ടൗണിൽ വന്നു കഴിഞ്ഞാൽ അവനെ കൊന്ന് പൈസ മേടിക്കുക. എന്നിട്ട് അവൻ ജീവിതത്തിൽ ഒരിക്കലും വണ്ടി വിളിക്കാത്ത രീതിയിൽ അവനോട് പൈസ മേടിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കോയമ്പത്തൂരിലൊരു ചേച്ചി എൻ്റെ വണ്ടി കയറി. അപ്പം എന്നോട് ചോദിച്ചു ഇവിടെ ടൗണിൽ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ അവർക്ക് ടൗണിൽ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു എത്ര രൂപ ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് അവരുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 15 മിനിറ്റ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോരാണെങ്കിൽ ഒരു 200 രൂപ വന്നാലും ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവരെ കൊണ്ടുപോയി ഒരമ്പലത്തിൽ പോയി തൊഴുത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്നു. അതിന് ശേഷം ഞാൻ വന്നപ്പോൾ കറക്റ്റ് 200 രൂപ തന്നെ മേടിച്ചു. അവർക്ക് സന്തോഷമായി. അപ്പോൾ അവർ അവിടുത്തെ ഈ വരുമ്പോൾ ഈ പൈസ തന്ന സമയത്ത് അവർ അവിടുത്തെ കഥകൾ പറഞ്ഞു. ഈ കോയമ്പത്തൂർ ഓട്ടോറിക്ഷ വിളിക്കുന്നതിൻ്റെ കഥകൾ പറഞ്ഞു. കോയമ്പത്തൂർ ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 2-3 കിലോമീറ്റർ പോകാൻ ഒരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു 200-250 രൂപ പറയും. എന്നിട്ട് ഈ വണ്ടിക്കാർ വണ്ടി വിളിക്കാൻ അവർക്ക് പേടിയാണ്. അപ്പോൾ അവർ പറയുകയാണ് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ വിളിക്കില്ല, എന്ത് തിരക്കാണെങ്കിലും ബസ്സിൽ കയറി പോവുക അല്ലെങ്കിൽ പോവുകയൊക്കെ ചെയ്യുക. കാരണം വെച്ചാൽ ഒരു കാറ് വിളിക്കുന്നേക്കാൾ കൂടുതൽ പൈസയാണ് ഇവർ വാങ്ങുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ കൊന്നു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഏതെങ്കിലും ഒരു വണ്ടി വിളിക്കുമോ, ഓട്ടോറിക്ഷ വിളിക്കുമോ? ഓട്ടോറിക്ഷ ഇവർ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ആൾക്കാരെല്ലാം വിഡ്ഢികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആൾക്കാരോട് കൊന്ന് പൈസ മേടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെയാണ് വണ്ടി വിളിക്കുന്നത്? ഞങ്ങൾ വേറൊരു അനുഭവം ഉണ്ടായി ഞാൻ പറയാം. ഞങ്ങൾ ഈ ഇവിടെ പോയി ഹംപി പോയി. ഞങ്ങളവിടെ പോയി, ഞങ്ങൾ ഒരു 5-6 ആൾക്കാരുണ്ട്. ഹംപിയിൽ പോയി അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു രാത്രി എനിക്ക് തോന്നുന്ന ഒരു 10 മണി ആയിട്ടുണ്ടാവും. 10 മണിക്ക് മുന്നേ അവിടെ എത്തി. 10 മണിക്ക് മുന്നേ എത്തി ഞങ്ങൾ. അപ്പം ഹോസ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹംപിയുടെ തൊട്ടടുത്തുള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ടൗണുള്ളത്. അപ്പോൾ ഈ ഹംപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കാത്ത ഒരു ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ പറ്റിയൊരു സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കാത്തതുകൊണ്ട് അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കൂടുതലുള്ളവർ അവർ കുറച്ചും കൂടെ ഇത് കാര്യങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാർ വന്ന് ഞങ്ങൾ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാർ വന്നിട്ട് 2 ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു നിങ്ങൾ 6 പേരില്ലേ 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം, അവിടെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്, താമസിക്കാനുള്ള സൗകര്യമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു പോകണ്ട, അവിടെ കിട്ടൂല, അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാനത് ഇവരോട് പറഞ്ഞിട്ട് കൂടുതലുള്ളവർ കേട്ടില്ല. അവർ വണ്ടി വിട്ടു അവിടുത്തെ രാത്രി. അത് ഓരോ ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ ആ ഓട്ടോറിക്ഷയ്ക്ക് ഹെഡ്ലൈറ്റ് പോലും ഇല്ല. എന്നിട്ട് മുന്നിൽ പോണ ഓട്ടോറിക്ഷക്കാരൻ്റെ വെളിച്ചത്തിൽ ഇവൻ പോവുകയാണ്. അവിടുത്തെ എനിക്ക് തോന്നുന്നത് ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടുന്ന് ചാർജൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ റൂം കിട്ടാനില്ല. ഞാൻ പാതിരാത്രി സമയം ഒരൊറ്റ റൂം പോലും ഇല്ല. ഞങ്ങളാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ റൂമിൽ ചെന്നിട്ട് ഞങ്ങൾ ലഗേജൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവർ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഞങ്ങളുടെ കൂടെയുള്ളവരെ വാക്ക് കേട്ടിട്ടാണ്. എനിക്കറിയാം അവിടെ റൂം കിട്ടില്ല എന്നറിയാം. അങ്ങനെ അവിടെ ഇവർ അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു, പല ആൾക്കാരെ വിളിക്കുന്നു. ആരും റൂമും ഇല്ല, ഒന്നുമില്ല. കാരണം റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഹോം സ്റ്റേ പോലെയുള്ള സൗകര്യത്തിൽ ആൾക്കാർ കിടക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കുന്നതാണ് അവിടുത്തെ റൂം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ലോഡ്ജ് ഉണ്ടാക്കാനോ ഒന്നും ഗവൺമെൻറ് അനുമതി കൊടുക്കില്ല. നമുക്കറിയാം അവിടെ ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് പുതിയ ബിൽഡിങ് കൺസ്ട്രക്ഷനൊന്നും അനുവദിക്കില്ല. അപ്പോൾ രാത്രി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് ഭക്ഷണം ഇല്ലാതെ വീണ്ടും ഈ ഓട്ടോറിക്ഷയിൽ തന്നെ. അതോ ഭയങ്കര അപകടം പിടിച്ച യാത്ര. ഇയാൾ 100 എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി വിടുന്നത്. ലൈറ്റൊട്ട് ഇല്ലാതാനോ. മുന്നിൽ പോണ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കണ്ടിട്ടാണ് ഈ പുറകിലുള്ള വണ്ടി പോകുന്നത്. അങ്ങനെ വീണ്ടും തിരിച്ച് ടൗണിലെത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് അപ്പ് ആൻഡ് ഡൗൺ പൈസ വേണം. അങ്ങോട്ട് പോയ ചാർജല്ല, ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് പൈസ വേറെ വേണം.
അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ പറഞ്ഞ് പ്രശ്നമാക്കേണ്ട, നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കും. നമ്മളെ കാര്യമായിട്ട് നടന്നുമില്ല. വെറുതെ അവർക്കറിയാം അവിടെ റൂം കിട്ടില്ല എന്നറിയാം. അവർ നമ്മളെ ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ പറ്റിച്ചാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി. ഇത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ ഒരു ആൾക്കാരോട്, ഒരു ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ ആൾക്കാരോട് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ അവരെ ഓട്ടോറിക്ഷ ആൾക്കാർ വിളിക്കും? ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ 100 കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ആൾക്കാർ, അവർക്കറിയാം അവിടെ ഈ ആൾക്കാരെ പറ്റിയില്ല, ഓട്ടോറിക്ഷക്കാരിങ്ങനെ പറ്റിക്കുക, അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മുൻകൂട്ടി അറിവ് കൊടുക്കും. അപ്പോൾ ഈ എന്ത് ചെയ്യും? അവിടെ വരുമ്പോൾ ആൾക്കാർ ഓട്ടോറിക്ഷ വിളിക്കാൻ തയ്യാറാവില്ല. ഇതാണ് ഈ തമിഴ്നാട്ടിലൊക്കെ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്തിന് സംഭവിച്ചത്. അവർ ഒരു കാരണവശാലും യഥാർത്ഥത്തിലുള്ള പൈസ പറയില്ല, യഥാർത്ഥത്തിലുള്ള പൈസ മേടിക്കില്ല, ഇരട്ടി ചാർജ് പറയും. ചാർജ് പറഞ്ഞ ആൾക്കാരെ കൊന്നു പൈസ മേടിക്കും. ഈ കൊന്നു പൈസ മേടിക്കുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ അവരുടെ നാട്ടിലൊക്കെ പോയി പറയും, മറ്റുള്ളവരോട് പറയും. അപ്പോൾ പറയുമ്പോൾ എന്താവും? നിങ്ങൾ ഒരു കാരണവശാലും പോയിട്ട് ഓട്ടോറിക്ഷ വിളിക്കരുത്, ഓട്ടോറിക്ഷക്കാർ നിങ്ങളെ കൊല്ലും, നിങ്ങളെ കൊന്ന് പൈസ മേടിക്കും, അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ വിളിക്കരുത്. എന്നിട്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തായാലും ആൾക്കാർ വളരെ അത്യാവശ്യമാണെങ്കിൽ പോലും ഓട്ടോ വിളിക്കില്ല. അവരെന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ഒന്നല്ല ഈ കാറ് വിളിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി വിളിക്കും, എന്നിട്ട് അവർ പോകും. അപ്പോൾ ഇവർക്ക് തന്നെയാണ് നഷ്ടം. കാരണം വെച്ചാൽ ഈ സംഭവം ശരിയായിട്ട് നടത്തിക്കൊണ്ട് പോകാത്ത ഈ ഓട്ടോറിക്ഷക്കാർ ശരിയായ രീതിയിൽ പൈസ മേടിക്കാത്തതും ശരിയായ രീതിയിൽ സർവീസ് കൊടുക്കാത്തതുകൊണ്ടുമാണ് ഇപ്പോൾ ഈ മറ്റുള്ള സംഗതികൾ അവർക്കൊക്കെ ഓട്ടം കിട്ടുന്നത്. ഈ ഓൺലൈൻ ടാക്സിക്ക് മറ്റുള്ള ഓട്ടം കിട്ടും. കാരണം അവർക്ക് കറക്റ്റ് പൈസ കൊടുത്താൽ മതി. ഇവർ ഈച്ചയും പിടിച്ചിരിക്കുക, എന്നിട്ട് കിട്ടണ ആളെ കൊല്ലുക. ഇപ്പോൾ സുജിത് ഭക്തൻ തന്നെ പറഞ്ഞ കേട്ടില്ലേ, അവിടെ ഓൺലൈൻ ടാക്സി കൊണ്ട് നടക്കുന്നതിന് അവരെ തടയുന്നു. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് ഓട്ടം കിട്ടുന്നത്? നമ്മുടെയൊക്കെ വണ്ടിയിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ബാർഗെയിൻ ചെയ്യാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കില്ല. കാരണം വെച്ചാൽ ഞാനൊക്കെ റൂറലിൽ ഓടുന്ന ഒരാളാണ്, ടൗണിലല്ല. അപ്പോൾ റൂറലിൽ ഓടുമ്പോൾ നമുക്കൊരു ഓരോ സ്ഥലത്തേക്ക് നമുക്കറിയാം. നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഭാഗം കാലിയടിച്ച് പോകാൻ. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് വെച്ചാൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റിയുടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പുറത്തുള്ളൊരു ഭാഗത്താണ്. അപ്പം ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ടൗണിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് ആളെ എടുക്കാൻ പറ്റില്ല. ഒരാളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാനൊക്കെ എത്ര ആൾക്കാർ കൈ കാണിച്ചാലും നിർത്താറില്ല. നിർത്തി കയറ്റി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ മറ്റുള്ള വണ്ടിക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാനെന്ത് വെച്ചാൽ നേരത്തെ അവിടെ നിന്ന് വിട്ടു പോരും. പോന്ന് ഞങ്ങൾ നമ്മുടെ സ്റ്റാൻഡിലേക്കാണ് പോരുക. അപ്പോൾ ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ചാർജാണ് വാങ്ങുക. അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വാങ്ങിയാലേ നമുക്ക് ഒക്കുള്ളൂ. കാരണം നമുക്ക് ഇടയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞാൽ പിന്നെ കോർപ്പറേഷൻ ഞങ്ങൾക്ക് പോയി കൊണ്ട് ഡ്രോപ്പ് ചെയ്യണതിന് കുഴപ്പമില്ല, പക്ഷേ അവിടെ നിന്ന് ആളെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു ചാർജ് പറയും. ചാർജ് പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് കിലോമീറ്റർ കണക്കാക്കിയിട്ടാണ് നമ്മൾ പറയുക. നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ടൗണിൽ ഓടുന്ന വണ്ടിക്കാരെ ചാർജിന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ടൗണിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ തിരിച്ചു പോകുമ്പോൾ അവരെ കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് ആളെ എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പം ഞങ്ങൾ ചാർജ് പറഞ്ഞാൽ ആ ചാർജ് ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ ആ പൈസ തരും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഓട്ടം നടത്തുന്നത്. അങ്ങനെയാണ് ആൾക്കാർ പിന്നെ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊന്നുകൊണ്ട് പൈസ മേടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി വിളിക്കില്ല. അത് എനിക്ക് തോന്നണം, ഇത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉള്ള ഈ ഓട്ടോക്കാർക്ക് ഒരു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു യൂണിയൻകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ഒന്നും പറഞ്ഞു കൊടുക്കാതെ അവരിങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് ഇറങ്ങുന്നു. അവർ ഫിറ്റ്നസ് തന്നെ എടുക്കണ്ടോയെന്ന് സംശയമാണ്. എന്നിട്ട് ഈ വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഹെഡ്ലൈറ്റ് ഇല്ലാത്ത വണ്ടിയൊക്കെ ഫിറ്റ്നസ് എടുത്തിട്ടാണ് അവിടെ ഓടുന്നത്. ഏതെങ്കിലും RTOക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരിക്കും അതൊക്കെ. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ദുരിതം പിടിച്ച ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാവില്ല. അവരുടെ വണ്ടി ആരും വിളിക്കില്ല. ഈ മര്യാദയ്ക്ക് സർവീസ് നടത്തുവാണെങ്കിൽ ആൾക്കാർ വന്ന്, നമ്മൾ ഒരു ലൈനിലിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കയറിയിട്ട് അവർ വണ്ടി വിളിച്ച് അവരുടെ ആവശ്യത്തിന് നടത്തിക്കോളും. നമ്മൾ കൊണ്ട് ഇറക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന ചാർജ് മാന്യമായ ഒരു ചാർജാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് വണ്ടി വിളിക്കും. ഇത് മാന്യമല്ലാത്ത ചാർജ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയിട്ട്, ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ വിജയവാഡയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വിജയവാഡയിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ കയ്യെ പിടിച്ച് വലിക്കുക ഓട്ടോറിക്ഷ കയറ്റാൻ വേണ്ടിയിട്ട്. നമുക്ക് കയറാൻ പേടിയാണ്. കാരണം വെച്ചാൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താ വാങ്ങുന്നത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോകേണ്ട സ്ഥലത്ത് ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഓട്ടോറിക്ഷയിൽ പോരണ്ട, നിങ്ങൾക്ക് അവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ നമ്പർ പറഞ്ഞു തന്നു. അപ്പോൾ ആ നമ്പറിൽ ഉള്ള ബസ്സിൽ കയറി ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തി. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈ ഓട്ടോറിക്ഷ കയറാൻ ആൾക്കാർക്ക് പേടിയായിട്ടാണ് കയറാത്തത്. അപ്പോൾ ഇങ്ങനെ വന്ന ആൾക്കാരെ കൊല്ലുന്ന ആൾക്കാരുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഓട്ടോറിക്ഷ ആൾക്കാർ വിളിക്കുക? അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇത് കേരളത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് വ്യത്യാസമുള്ള ഒരു ചാർജ് പറഞ്ഞിട്ട് ഒരു കൊല്ലാത്ത ചാർജ് മേടിക്കുന്നത്. നമ്മൾ കേരളത്തിലെ ഓട്ടോറിക്ഷക്കാരെ എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും
കേരളത്തിൽ അങ്ങനെ കൊല്ലുന്ന ഓട്ടോറിക്ഷക്കാർ കുറച്ച് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില സ്ഥലത്തൊക്കെ ഉണ്ട്, എറണാകുളത്തൊക്കെ ഇങ്ങനെ ചാർജ് തോന്നിയ ചാർജ് മേടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലും ഈ കർണാടകയിലും ആന്ധ്രയിലൊക്കെ മേടിക്കുന്ന രീതിയിൽ ഓട്ടോറിക്ഷക്കാർ ചാർജ് മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറ്റിക്കുക എന്ന് പറയുന്ന സംഭവത്തിന് തന്നെ ആൾക്കാർ നിൽക്കില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആരോട് പറയാനാണ്? ഞാനിപ്പോൾ എൻ്റെ ഒരു മനോവിഷമം ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആന്ധ്രയിലും തമിഴ്നാട്ടിലുള്ളവരൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്.